Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. I am a flight attendant and I travel the world to make a living. Welcome to another vlog. So ഇന്നത്തെ vlog is kind of special കാരണം ഞാൻ എൻ്റെ ഭർത്താവിനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 1.5 മാസത്തിൽ കൂടുതലായി. പക്ഷെ ഞങ്ങൾ 2 ആഴ്ച മാത്രമേ കൂടെ നിന്നുള്ളൂ. കാരണം ഒബ്വിയസ്ലി എനിക്ക് വർക്ക് ഉണ്ടായി, സൗരന് വർക്ക് ഉണ്ടായി. സോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്ക് ഇങ്ങനെ പോയി. പക്ഷേ ആ 2 വഴിയിൽ ഇപ്പം ഞങ്ങൾ പിന്നെ യോജിക്കാൻ പോവാണ്. സൗരു ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇപ്പം 14 മണിക്കൂറായെന്ന് തോന്നുന്നു. ഹി ലാൻഡ് ഇൻ 2 hours. കാരണം ഒബ്വിയസ്ലി ഇറ്റ്സ് 16-hour ഫ്ലൈറ്റ് യുഎസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഐ ഹവ് ഡൺ ദിസ് ഫ്ലൈറ്റ് കുറേ പ്രാവശ്യം. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഞാൻ ബിസിനസ് ക്ലാസ് കയറിയ പിന്നെ എനിക്ക് US ഫ്ലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെ അവിടെ ഒരു കാര്യമുണ്ട്, സീനിയോറിറ്റി ബേസ് ചെയ്താണ് നമ്മൾ ബിഡ് ചെയ്യുന്നത് കിട്ടാറുള്ളത്. ഞാൻ എൻ്റെ 5 ബിഡ്സ് ഉണ്ട്, നമുക്ക് 5 പ്രാവശ്യം 5 ഫ്ലൈറ്റ്സ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ എല്ലാ മാസവും എൻ്റെ 5 റിക്വസ്റ്റും US എന്നാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്കിതുവരെയായിട്ടും LA കിട്ടിയിട്ടില്ല. 2 മാസമായി. അടുത്ത മാസം റോസ്റ്ററും വന്നു. ഇതുവരെയായിട്ടും എനിക്ക് LA കിട്ടിയിട്ടില്ല. സോ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. സോ ഐ ആം എക്സൈറ്റഡ്. ലെറ്റ് മീ ഗോ ഗെറ്റ് റെഡി. ബൈ ദ വേ, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ വന്നു. ഇന്നലെ ഹാഡ് എ ഫ്ലൈറ്റ് ശ്രീലങ്കയിൽ പോയിട്ട് ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ സൗരൻ്റെ വീട്ടിൽ വന്നു. കാരണം ഇന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. സോ യാ. Mascara. ഇത് ഇഷ്ടമായില്ല. ക്ലാസി ഷിക്ക്. ഞാൻ യൂഷ്വലി ആദ്യം ലിപ് ബാം ഇടും. കാരണം ഈ കാർമെക്സിൻ്റെ ലിപ് ബാം ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇത് അടിപൊളിയാണ് സംഭവം. ചുണ്ട് കറക്കത്തില്ല, പിന്നെ അധികം മുറിയത്തില്ല. ഈ ഒരു ഫ്ലേവർ വാങ്ങുന്ന നേരത്ത് ചുണ്ടിലൊരു കർപ്പൂരത്തിൻ്റെ ഒരു മണവും ഒരു ഇതും വരും. പക്ഷേ വിച്ച് ഇസ് കൈൻഡ് ഓഫ് നോർമൽ. ഇറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് ഇറ്റ്സ് വർക്കിംഗ്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഇടും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. ഐ ഡോണ്ട് നോ, ഫോർ സം റീസൺ ഞാനിത് എൻ്റെ പെണ്ണ് കാണൽ സമയത്ത് ഞാനാണെങ്കിൽ ദുബായിൽ നിന്ന് എൻ്റെ ലിപ്സ്റ്റിക് കൊണ്ടുപോകാൻ മറക്കാൻ നേരത്ത് എൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു നൈക്കയുടെ ലിപ്സ്റ്റിക് വാങ്ങിയതാ. പക്ഷേ ദിസ് ഇസ് സോ ഗുഡ്. ഇതിങ്ങനെ ലൈറ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന നേരത്തിടാം. ഇത് ഞാൻ ഡാർക്കായിട്ട് ചെയ്ത് എനിക്ക് വർക്കിന് പോകുന്ന നേരത്തിടാം. സോ ഐ ആക്ച്വലി ലവ് ദിസ്. സോ ഇൻ കേസ് ഇഫ് യു ആർ വണ്ടറിങ്, ഇറ്റ്സ് നൈക്കയുടെ ലൈക്ക് എ ബോസ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനാണെങ്കിൽ ഒരു ലിപ് ഗ്ലോസ് തേക്കും. സോ ദിസ് വൺ ഈസ് റോഡിൻ്റെ ലിപ് ഗ്ലോസ്. ഇപ്പോൾ ഈ ഒരു ഗ്ലോസി ഫിനിഷ്, ഒരു ഗ്ലോസി ലുക്കില്ലേ, ഐ ഗെറ്റ് ദാറ്റ്. സോ ഇസ് പ്രിറ്റി മച്ച് മൈ കംപ്ലീറ്റ് ലുക്ക്. കാണിച്ചു തരാമേ. ഇനി എനിക്ക് എൻ്റെ ഷൂസ് ഇടണം.
think I'm ready now. Let's head out together. ഞാൻ സൗരനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ സൗരന്റെ അച്ഛന്റെ വണ്ടി എടുത്തേ. ഞാൻ കല്യാണം കഴിക്കാൻ നേരത്ത് എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കല്യാണം കഴിച്ചു കഴിയുമ്പം സ്നേഹമൊക്കെ മാറും, എന്താ ഇപ്പൊ ഉള്ള സ്നേഹം ആയിരിക്കത്തില്ല, വേറെ ആയിരിക്കും എന്നൊക്കെ. സത്യം പറഞ്ഞ ആ സമയത്ത് ഞാൻ വിശ്വസിച്ചില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ ഉള്ള സ്നേഹം അതേപോലെ തന്നെ നിൽക്കും. ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ മാക്സിന്റെ ലൈക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് ലൈക്ക് എന്റെ ഒരു 100% എനിക്കിപ്പോ ഇഷ്ടമാ, അങ്ങനെ ഇങ്ങനാന്നൊക്കെ. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എന്താന്നറിയത്തില്ല, എന്തോ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പൊ വന്ന പോലെ തോന്നുന്നു. എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇതിപ്പോ എന്റെ മാത്രം കാര്യമാണോ അതോ എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്ന ഒരു കാര്യമാണോ എന്ന്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ല, എന്റെ തലയില് എന്തൊക്കെയൊക്കെയോ പോയതുപോലെ, ലൈക്ക് എന്തോ അങ്ങ് ഇപ്പൊ എനിക്ക് സൗരനെ ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് കാണുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്റെ കണ്ണൊക്കെ നിറയും. ഞാനിപ്പോ പൊക്കോണ്ടിരിക്കാൻ നേരത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഓണസ്റ്റ്ലി നോട്ട് ഗോണ ലൈ, ഇറ്റ്സ് എ നൈസ് ഫീലിംഗ്. ലൈക്ക് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നാൾ അകത്ത് നിൽക്കുന്ന കാര്യമൊക്കെ ഇറ്റ്സ് ഒരു സ്നേഹം കൂടുന്ന ഒരു സംഭവം ആണെന്ന് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു വിച്ച് ഇസ് കൈൻഡ് ഓഫ് ട്രൂ. ഇപ്പൊ മാറിയിരിക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു അങ്ങ് കാണാനുള്ള കൊതിയും, 1.5 മാസം ആയില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഐ എം എക്സൈറ്റഡ് ടു പിക്ക് ഹിം അപ്പ്. ഒരു 7:30 ലാൻഡ് ചെയ്യുന്നത്, ഇപ്പം 7:46 ആയി. ഞാൻ ഇപ്പോഴും അജ്മാനിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര ട്രാഫിക്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തോന്നുന്നു കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നെന്ന്. ഇറ്റ്സ് ഓക്കെ, ഹോപ്പ്ഫുള്ളി ഐ വിൽ മേക്ക് ഇറ്റ് ഇൻ ടൈം. ഇന്ന് സൺഡേ, അപ്പൊ ഞാൻ വിചാരിച്ചില്ല ലൈക്ക് അധികം ട്രാഫിക് ഉണ്ടാവുമെന്ന്. പക്ഷെ അജ്മാനിന്ന് ട്രാഫിക്, ഞാൻ എങ്ങനെയാ ദുബായിലെത്തുമെന്ന് നോക്കാം. എന്താന്നാലും പൊക്കോണ്ടിരിക്കുക. ഞാൻ പാട്ടൊക്കെ കേട്ട് കല്യാണത്തിന്റെ മൊമെന്റ്സ് ഒക്കെ ഞാനൊന്ന് ഓർത്തോണ്ടാ പോകുന്നത്. സോ ഐ ആക്ച്വലി ഫീൽ നൈസ്. ഞാൻ എത്തി, കുറച്ച് ലേറ്റ് ആയി പോയി. സൗര് ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. വണ്ടി പാർക്കിംഗ് കിട്ടാഞ്ഞിട്ട് ഞാനാണെങ്കിൽ റെന്റ് കാറിന്റെ സ്പോട്ടിൽ ചെന്ന് പാർക്ക് ചെയ്തു. Let me go. സൗര് ഇറങ്ങിയില്ല, സൗരിനെ വെയിറ്റ് ചെയ്യാ. ഇവിടെ എനിക്ക് ആൾക്കാരെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ആൾക്കാരെ കാണിച്ച ഫൈൻ കിട്ടും. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മള് അവരെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത. സോ എന്റെ മോൻ മാത്രം കണ്ടിരുന്നു. സത്യം പറയാലോ, എനിക്കറിയത്തില്ല എനിക്ക് എയർപോർട്ടിൽ വരുന്നത് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന്. എനിക്കാണെങ്കിൽ സൗരവിനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെയും ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞു അയക്കാൻ നേരത്ത് ഭയങ്കര സങ്കടമാണ്. പക്ഷെ അവരെ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകത്തില്ലേ, അപ്പം എന്തോരം സന്തോഷമുള്ള എല്ലാവരുടെ മുഖം കാണുന്നതെന്നറിയോ. ഇപ്പൊ തന്നെ എന്തോരം ആൾക്കാരെ വലിയ പൂക്കളും ബൊക്കയും ഒക്കെ വാങ്ങി ആൾക്കാരെ കാണുമ്പോ ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് സോ നൈസ്. ഇപ്പൊ തന്നെ എന്നെ കണ്ടോ, ഒരു പൂവും പിടിച്ച് ഇവിടെ നിൽക്കുകയോ. 1.5 മണിക്കൂറായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ലൈഫ്, റൈറ്റ്? അവര് വേറെ ആയതുകൊണ്ടായിരിക്കും എന്റെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. ഹായ് ഗൈസ്, look who's with me. ആ കിസ്സിങ്ങിന്റെ ഇട്ട കുഴപ്പമുണ്ടോ? ഈ കിസ്സിങ്ങിന്റെ വേണ്ട. ഹായ് ഗൈസ്. ചന്ദ്രയാ ഹായ് ഗൈസ് പറയുന്നത്. അങ്ങനെ ഞാൻ പിക്ക് ചെയ്തോണ്ടോന്നു. സാറിന്റെ കണ്ണെന്താ തുറക്കാത്ത? ഒത്തിരി ഉറങ്ങിയത് കൊണ്ടാണോ? ഫ്ലൈറ്റിൽ നിന്ന് ഒത്തിരി കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ പറഞ്ഞു ബാ നമുക്ക് വീട്ടിൽ പോവാം. ഉടനെ പറഞ്ഞു വീട്ടിൽ പോകണ്ട, നമുക്ക് കുറച്ച് കറങ്ങാൻ പോവാന്ന്. കറങ്ങാൻ നോക്കാൻ നേരത്തെ ഞങ്ങൾ വിചാരിച്ച് മിർദിഫിലേക്ക് വരാന്ന്. സിനിമ കാണാൻ പോവാ. സൗരുവിന് തുമ്മലിന്റെ ഒരു പ്രശ്നമുണ്ട്. പൊടി അടിച്ചാൽ തുമ്മും, കണ്ണ് ചൊറിയും. സൗരുവിന്റെ അമ്മയുടെ നിന്ന് കിട്ടിയ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് അത്. അതുകൊണ്ട് തുമ്മിക്കൊണ്ടിരിക്കുക. ദുബായ് വന്ന പൊടി അടിക്കുമ്പം തുമ്മും. തുമ്മിക്കൊണ്ടിരിക്കുന്നോണ്ടും കണ്ണ് ചൊറിഞ്ഞോണ്ടിരിക്കുന്നോണ്ടുമാണ് സൗരന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ കാണാൻ സുന്ദരനാ. ഓക്കെ ഗൈസ്, എന്നാ ഞങ്ങൾ എന്നൊരു സിനിമ കണ്ടിട്ട് വരാം.